أهلا ومرحبا كيف حالكم عساكم كلكم بخير إن شاء الله. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്യാൻ എന്നുള്ളതിൽ മറ്റൊരു ലമീർ മറ്റു 3 ലമീറുകൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കുള്ള ലമീറുകൾ ഇനി എൻത, എൻറ്റെ, എൻറ്റും, അതുപോലെ തന്നെ എന്താണ് നഹ്നു കൂടെ ബാക്കിയുണ്ട്. അത് നഹ്നു നമ്മൾ ഒരുമിച്ചാണ് പറയുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ക്യാനയിലേക്ക് ചേർക്കുമ്പോൾ അത് കുറച്ച് വ്യത്യസ്തമായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, എൻറ്റയുടെ കൂടെ നമ്മൾ നഹ്നു ചേർക്കുന്നത്. ഓക്കെ, അപ്പം എൻത എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ക്യാന ചേരുമ്പോൾ കുൻത, എൻത കുൻത രണ്ടും ഒരുമിച്ച് പറയണമെന്നില്ല. കുൻത എന്ന് പറഞ്ഞാൽ തന്നെ നീ ആയിരുന്നു എന്നുള്ള മീനിങ് കിട്ടി. കുൻത വൈൻ കുൻത അംസ്, നീ ഇന്നലെ എവിടെയായിരുന്നു. വൈൻ കുൻത അംസ്, നീ ഇന്നലെ എവിടെയായിരുന്നു. മെറ്റ കുൻത വസൽത്ത്, നീ എപ്പോഴാണ് എത്തിയിരുന്നത്. മെറ്റ കുൻത വസൽത്ത അംസ്, മെറ്റ കുൻത വസൽത്ത അംസ്, നീ എപ്പോഴാണ് എത്തിയിരുന്നത്. ഓക്കെ, കുൻത വൈൻ ഇഷ്തഗൽത്ത്, നീ എവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. കുൻത വൈൻ ഇഷ്തഗൽത്ത്, നീ എവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. മിൻ വൈൻ കുൻത അക്കൽത്ത്, മിൻ വൈൻ കുൻത അക്കൽത്ത്, നീ എവിടെ നിന്നായിരുന്നു കഴിച്ചത്. ഇതൊക്കെ പാസ്റ്റ് ആണ്. ഓക്കെ, നീ എവിടെ നിന്നായിരുന്നു കഴിച്ചിരുന്നത്, നീ എവിടെ നിന്നായിരുന്നു കഴിച്ചിരുന്നത്. അപ്പം ഇതാണ് കുൻതയുടെ കേസ്. ഓക്കെ, കുൻത മാ അഹ്മദ്, നീ അഹ്മദിൻ്റെ കൂടെയായിരുന്നോ. ഓക്കെ, വൈൻ കുൻത അംസ്, നീ എവിടെയായിരുന്നു. കുൻത മാ അഹ്മദ്, നീ അഹ്മദിൻ്റെ കൂടെയായിരുന്നോ. കുൻത മാ ഫാത്തിമ സഹ്, നീ ഫാത്തിമയുടെ കൂടെയായിരുന്നു, ശരിയല്ലേ. ഓക്കെ, കുൻത ഫിൽ മക്തബ്, നീ ഓഫീസിലായിരുന്നു. ഇതൊക്കെ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, കുൻത മാ അഹ്മദ് സഹ് എന്ന് പറയുന്നത്. ഇനി ഈ കുൻതയുടെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് കുൻതി, ഇൻറ്റി എന്ന് പറയുന്ന പോലെ തന്നെ കുൻറ്റി, നീ ആയിരുന്നു. വൈൻ കുൻറ്റിയ ഫാത്തിമ, ഫാത്തിമ നീ എവിടെയായിരുന്നു. ഫാത്തിമ വൈൻ കുൻറ്റി മൗജൂദ, നീ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. കുൻറ്റി മൗജൂദ ഫിൽ മക്തബ്, നീ ഓഫീസിലുണ്ടായിരുന്നോ. മെറ്റ കുൻറ്റി വസാൽത്തി ഫിൽ മക്തബ്, മെറ്റ കുൻറ്റി വസാൽത്തി ഫിൽ മക്തബ്. കുറച്ച് നീണ്ട സെൻറ്റൻസ് ആണ്. മെറ്റ കുൻറ്റി വസാൽത്തി ഫിൽ മക്തബ്, നീ എപ്പോഴായിരുന്നു ഓഫീസിലെത്തിയത്. മെറ്റ കുൻറ്റി അക്കൽത്തിൽ ഗദ, മെറ്റ കുൻതി അക്കൽതി അൽ ഗദ, നീ എപ്പോഴായിരുന്നു ലഞ്ച് കഴിച്ചത്. മെറ്റ കുൻതി റഹ്തിൽ ബൈത്ത്, മെറ്റ കുൻതി റഹ്തിൽ ബൈത്ത്, നീ എപ്പോഴായിരുന്നു വീട്ടിലേക്ക് പോയത്. മെറ്റ കുൻതി വസൽതിൽ ബൈത്ത്, മെറ്റ കുൻതി വസൽതിൽ ബൈത്ത്, നീ എപ്പോഴായിരുന്നു വീട്ടിലെത്തിയതും. ഇത് വലിയ സെൻറ്റൻസുകളാണെങ്കിലും ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. മെറ്റ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. കുൻതി നമ്മളിപ്പോൾ പഠിച്ചു. വസൽത്തി, നീ എത്തി എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫിൽ ബൈത്ത്, ഫി നമ്മൾ പഠിച്ച പ്രിപ്പോസിഷൻ്റെ കൂട്ടത്തിൽ പെട്ട ഒന്നാണ് ഫിൽ ബൈത്ത്, വീട്ടിലെത്തി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. ജസ്റ്റ് നമ്മൾ ശ്രദ്ധ കൊടുത്താൽ മതി. ഖാന, ഖാനത്ത്, ഖാനു, കുൻത്, കുൻത, കുൻതി. ഇനി നിങ്ങൾ എന്ന് പറയണം. നിങ്ങളായിരുന്നു. കുൻതും, എൻതും എന്ന് പറയുന്ന സെയിം ആണ്, ഇതിൽ വ്യത്യാസമൊന്നുമില്ല. കുൻതും, വൈൻ കുൻതും യാ ജമാഅ, നിങ്ങൾ എവിടെയായിരുന്നു. യാ അസ്ദഖാഇ വൈൻ കുൻതും, ഫ്രണ്ട്സ് നിങ്ങൾ എവിടെയായിരുന്നു. മറ്റ കുൻതും വസൽതും, നിങ്ങൾ എപ്പോഴായിരുന്നു എത്തിയത്. കുൻതും മൗജൂദീൻ ഹിന, നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ. നമ്മൾ ചോദിക്കില്ല അങ്ങനെ, നിങ്ങളിവിടെ ഉണ്ടായിരുന്നു. കുൻതും മൗജൂദീൻ ഹിന. കുൻതും അക്കൽതും സഹ്, നിങ്ങൾ കഴിച്ചിരുന്നു, ശരിയല്ലേ. ഓക്കെ, മാ കുൻതും മൗജൂദീൻ ഹിന, നിങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല. ലമ്മ ജീത്, ഞാൻ എത്തിയപ്പോൾ മാ കുൻതും മൗജൂദീൻ ഹിന, നിങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല. നമുക്കൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ കുൻത, കുൻതി, കുൻതും. ഇനി ലാസ്റ്റ് നമുക്ക് വരുന്നത് കുന്ന, ഞങ്ങളായിരുന്നു അല്ലെങ്കിൽ നമ്മളായിരുന്നു. കുന്ന നദ്രസ് മഅ ബഅദ്, ഞങ്ങൾ ഒരുമിച്ച് പഠിക്കായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് പഠിക്കായിരുന്നു. കുന്ന നജ്ലിസ് മഅൻ, കുന്ന നജ്ലിസ് മഅൻ, നമ്മൾ ഒരുമിച്ച് ഇരിക്കായിരുന്നു. കുന്ന അകൽന മഅൻ, ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചു. കുന്ന കഴിച്ചിരുന്നു. ഓക്കെ, കുന്ന അകൽന മഅൻ, ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചിരുന്നു. കുന്ന റഹ്ന മഅൻ, ഞങ്ങൾ ഒരുമിച്ച് പോയിരുന്നു. മാ കുന്ന മഅൻ, ഇത് നെഗറ്റീവ് ശ്രദ്ധിക്കുക. ഞങ്ങൾ ഒരുമിച്ചായിരുന്നില്ല. മാ കുന്ന മഅൻ, മാ കുന്ന മൗജൂദീൻ ഫിൽ മക്തബ്, ഞങ്ങൾ ഓഫീസിലുണ്ടായിരുന്നില്ല. മാ കുന്ന മൗജൂദീൻ ഫിൽ ബൈത്ത്, മാ കുന്ന വസൽന ഫിൽ ബൈത്ത്, ഞങ്ങൾ വീട്ടിലെത്തിയിരുന്നില്ല. കുന്ന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയും പറയാം. ഓക്കെ, മാ കുന്ന അകൽന ഷൈ, ഞങ്ങളൊന്നും കഴിച്ചിരുന്നില്ല. മാ കുന്ന അകൽന ഷൈ, നമ്മളൊന്നും കഴിച്ചിരുന്നില്ല. മാ കുന്ന ഹനാക്ക്, നമ്മൾ അവിടെ ഉണ്ടായിരുന്നില്ല. മാ കുന്ന ഹിനാക്ക്, അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമുക്ക് ക്യാന മുതൽ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ക്യാൻ,
ആയിരുന്നു. മാ ക്യാൻ ആയിരുന്നില്ല. ക്യാനത്ത് അവളായിരുന്നു. മാ ക്യാനത്ത് അവളായിരുന്നില്ല. ക്യാനു അവർ ആയിരുന്നു. മാ ക്യാനു അവർ ആയിരുന്നില്ല. ഓക്കെ. കുന്ത് ഞാനായിരുന്നു. മാ കുന്ത് ഞാനായിരുന്നില്ല. ഇനി മറ്റേ ശ്രദ്ധിക്കുക, കുന്തും കുന്തയും തമ്മിൽ ചെറിയൊരു സൗണ്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. കുന്ത നീ ആയിരുന്നു, മറ്റേത് കുന്ത് ഞാനായിരുന്നു. കുന്ത നീ ആയിരുന്നു. മാ കുന്ത നീ ആയിരുന്നില്ല. കുന്തി നീ ആയിരുന്നു. മാ കുന്തി നീ ആയിരുന്നില്ല. കുന്തും നിങ്ങളായിരുന്നു. മാ കുന്തും നിങ്ങളായിരുന്നില്ല. കുന്ന ഞങ്ങളായിരുന്നു അല്ലെങ്കിൽ നമ്മളായിരുന്നു. മാ കുന്ന നമ്മളായിരുന്നില്ല അല്ലെങ്കിൽ ഞങ്ങളായിരുന്നില്ല. അപ്പോൾ കാനയുടെ ഒരു ഇതെന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം, പക്ഷേ നമ്മൾ ഈ ഒരു പാറ്റേൺ പഠിച്ചു വെച്ചാൽ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള പാസ്റ്റ് ടെൻസ് ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാന എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് വേർഡാണ്, സെപ്പറേറ്റ് വേർബാണ്. റഹയെ പോലെ ജയെ പോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വേർഡാണ്. ഇത് വ്യത്യസ്തമായ ക്ലാസ്സിലേക്ക് ചേർക്കാൻ കാരണം കാന എല്ലാ വേർബിൻ്റെ കൂടെയും ചേരുമെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ റഹ നമ്മൾ പഠിച്ചതുപോലെ ജ നമ്മൾ പഠിച്ചതുപോലെ ഈ പ്രൊനൗണുകൾ മാത്രമേ ഇതിലേക്ക് വന്നിട്ടുള്ളൂ. ഹുവ ഹിയ ഹും ഇൻത ഇൻറ്റും അന നഹ്നു എന്ന് പറയുന്ന പ്രൊനൗൺസ് മാത്രം എന്ത് ചെയ്തിട്ടുള്ളൂ, കാനയിലേക്ക് വന്നിട്ടുള്ളൂ. പക്ഷേ കാന നമ്മൾ ഒറ്റയ്ക്ക് ഉപയോഗിക്കും, അതുപോലെ തന്നെ മറ്റൊരു വേർബിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, കാനയെ ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഡൗട്ടുകളും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ട് പഠിക്കാം.